ഹലോ ഗായ്സ്, എല്ലാവർക്കും സുഖമല്ലേ? എന്താ വിശേഷങ്ങളൊക്കെ? അപ്പോൾ ഇതെന്താണ് സാധനം എന്ന് ആർക്കെങ്കിലും മനസ്സിലായോ? ഇതാണ് പാലക്ക്. നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുന്ന കൂട്ടത്തിൽ നമ്മൾ വെറുതെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. നമുക്കൊരു 2-3 ചെടി നല്ല ഉഷാറായിട്ട് തന്നെ ഉണ്ടായി കിട്ടിയിട്ടുണ്ട്. ഇത് നാട്ടിലൊന്നുമല്ല, റാസൽ കൈമയിലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇലകളെല്ലാം ഒന്ന് ഉള്ളി എടുത്തിട്ട് നമുക്ക് അത് എങ്ങനെ കറി വെക്കാമെന്ന് നമുക്കൊന്ന് നോക്കിയാലോ. പാലക്ക് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. ചപ്പാത്തി, പൊറോട്ട, ദോശ എല്ലാം എന്ത് വേണം ചോറിലേക്ക് വരെ പോകുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ പോവാം നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ നമ്മളെ പാലക്കിൻ്റെ എല്ലാം നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. കുക്കറിൽ നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ പരിപ്പ് വേവിച്ച് വെച്ച ഈ കുക്കറിൽ വെച്ച് തന്നെയാണ് നമുക്ക് പാലക്ക് ചീര തയ്യാറാക്കാനുള്ളത്. അതിനു വേണ്ടി നമുക്ക് ചീര നന്നായിട്ട് അരിഞ്ഞെടുക്കാവുന്നതാണ്. ഈ വീഡിയോ കാണുന്ന സമയം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. ഇപ്പോൾ പരിപ്പിലോട്ട് നമ്മൾ ഇത്തിരി മുളക് പൊടി ചേർത്തിട്ടുണ്ട്, ഇത്തിരി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ടുണ്ട്. മുളക് പൊടി ഇഷ്ടമല്ലാത്തവർ പച്ചമുളക് ചേർത്താലും മതിയാവും. അത് കഴിഞ്ഞാൽ നമുക്ക് പാലക്കിൻ്റെ അര ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. പാലക്ക് ചീരക്ക് അധികം വേവില്ലാത്തതുകൊണ്ട് ഒരു 2 മിനിറ്റ് കൊണ്ട് തന്നെ വെന്ത് കിട്ടുന്നതാണ്. ഈ 2 മിനിറ്റ് കൊണ്ട് നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം. അതിന് നമ്മൾ ഇത്തിരി തേങ്ങ എടുത്തിട്ടുണ്ട്, അതിൽ ഇത്തിരി ജീരകം ഇട്ടിട്ടുണ്ട്. ഈ കറിയിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർ ഈ അരപ്പിലോട്ട് 2 പച്ചമുളക് ആഡ് ചെയ്ത് അരച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ റെഡി ആയ അരപ്പ് നമ്മൾ കറിയിലോട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലുള്ള താളിപ്പ് തയ്യാറാക്കാവുന്നതാണ്. നമ്മൾ സാധാ ചെയ്യുന്നത് പോലെ തന്നെ കടുകും കരിവേപ്പിലും വറ്റൽമുളകും ഒരു പിടി ചെറിയ ഉള്ളിയും ചേർത്ത് താളിച്ച് ഒഴിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളെ പാലക്ക് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിന് കൂടെ കഴിക്കാൻ വേണ്ടി നമുക്ക് ദോശയോ ചപ്പാത്തിയോ എന്ത് വേണമെങ്കിലും നമുക്ക് അതിന് കൂടെ കഴിക്കാവുന്നതാണ്. ഞാനിവിടെ ഉണ്ടാക്കുന്നത് ചപ്പാത്തിയും ദോശയാണ്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ആഹാ, അപ്പോൾ എന്താ മക്കളെ സ്മെല്ല്! അപ്പം നമ്മളെ ഫ്രണ്ട് നമ്മളെ ഫുഡ് കഴിക്കാൻ വേണ്ടി വെയിറ്റിങ്ങിലാണ്. ഇപ്പോൾ നമ്മൾ ഈ പാലക്ക് കറിക്ക് ദോശയോ ചപ്പാത്തിയോ പൊറോട്ടയോ അല്ലെങ്കിൽ ചോറോ എന്ത് വേണമെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമ്മളെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് എല്ലാവരും കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് വിവരം അറിയിക്കാം. ഓക്കെ, ബായ്.